ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസൊലേറ്റഡ് വെർട്ടെക്സും എന്താണ് പെൻഡന്റ് വെർട്ടെക്സ് എന്നുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ ആദ്യം നോക്കാം. എ വെർട്ടെക്സ് ഹാവിങ് നോ ഇൻസിഡന്റ് എഡ്ജസ് ഈസ് കോൾഡ് എൻ ഐസൊലേറ്റഡ് വെർട്ടെക്സ്. സാധാ അൺഡയറക്റ്റഡ് ഗ്രാഫിൽ പഠിച്ച അതേ ഡെഫിനിഷൻ തന്നെയാണ്. ഒരു എഡ്ജസും ഇൻസിഡന്റ് ആവാത്ത വെർട്ടിസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറഞ്ഞ പോലെ തന്നെ ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ദ ഇൻ ഡിഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രി ഓഫ് എൻ ഐസൊലേറ്റഡ് വെർട്ടെക്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിഗ്രി ഓഫ് എൻ ഐസൊലേറ്റഡ് വെർട്ടെക്സ് നമുക്ക് എന്താണെന്ന് അറിയാം? 0 ആണെന്ന് അറിയാം. അപ്പോൾ ഒരു എഡ്ജും ഇൻസിഡന്റ് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം V4 ആണ്. ഇതൊന്ന് ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇതിൽ V4 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് നമ്മളിവിടെ കാണുന്നുണ്ട്. ആ V4 എന്ന് പറയുന്ന വെർട്ടെക്സ് എന്താണ്? ഐസൊലേറ്റഡ് ആയി നിൽക്കുകയാണ്. അതിന് ഒരു എഡ്ജസ് ഇൻസിഡന്റ് അല്ല. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ V4 എന്താണ്? ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആണ്. ഇനി അടുത്തത്, എ വെർട്ടെക്സ് ദാറ്റ് ഹാസ് ഓൺലി വൺ ഇൻസിഡന്റ് എഡ്ജ് ഇസ് കോൾഡ് പെൻഡന്റ് വെർട്ടെക്സ്. ഡയറക്ഷൻ ക്യാൻ ബി എയ്തർ ഇൻ ടു ദി വെർട്ടെക്സ് ഓർ എവേ ഫ്രം ദി വെർട്ടെക്സ്. എന്താണ് പെൻഡന്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ? സാധാരണ രീതിയിൽ നമ്മൾ എന്താ പറയുക, ഒരു ഡിഗ്രി 1 ആയിട്ട് വരുന്ന വെർട്ടിസസിനെ നമ്മൾ പെൻഡന്റ് വെർട്ടെക്സ് എന്ന് വിളിക്കുക. അതായത് ഒരു എഡ്ജ് മാത്രം ഇൻസിഡന്റ് ആവുന്ന വെർട്ടിസസ്. ഇവിടെ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞാൽ എന്താണ്? ഒന്നിക്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ഇൻ ടു ആയിട്ട് വരുന്ന ഒരൊറ്റ എഡ്ജ്, അത് മാത്രമേ അതിനുണ്ടാവാൻ പാടുള്ളൂ. ഔട്ടറിലേക്ക് പോകുന്ന ഒരു എഡ്ജ് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസിഡന്റ് ഔട്ട് ഫ്രം എ വെർട്ടെക്സ് V ആണ്, ബാക്കി ഇൻസിഡന്റ് ഇൻ ടു ഒരു എഡ്ജും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വെർട്ടെക്സിന് എന്തായിട്ട് വിളിക്കാം? പെൻഡന്റ് വെർട്ടെക്സ് ആയിട്ട് വിളിക്കാം. അതായത് ഒന്നിക്ക് D മൈനസ് ഓഫ് V എന്ന് പറയുന്നത് 1 ആവാം, അവിടെ D പ്ലസ് ഓഫ് V എന്തായിരിക്കണം? 0 ആയിരിക്കണം. അല്ലെങ്കിൽ D പ്ലസ് ഓഫ് V എന്താവാം? 1 ആവാം, പക്ഷെ D മൈനസ് ഓഫ് V എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഈ രൂപത്തിൽ വരുന്ന വെർട്ടിസസിനെ നമ്മൾ വിളിക്കുക പെൻഡന്റ് വെർട്ടെക്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ V5 എന്ന് പറയുന്നത് എടുക്കുക. V5ന്റെ കേസിൽ എന്താ? D മൈനസ് ഓഫ് V5 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. കാരണം ഇവിടുന്ന് D എന്ന് പറയുന്ന എഡ്ജ് എന്താണ്? ഇൻസിഡന്റ് ഔട്ട് ആണ്. അപ്പോൾ ഇൻസിഡന്റ് ഔട്ട് ഫ്രം V5 ആയതുകൊണ്ട് D പ്ലസ് ഓഫ് V5 1 ആണ്, പക്ഷേ D മൈനസ് ഓഫ് V5 എന്തില്ല? ഇല്ലാത്തത് കൊണ്ട് 0 ആണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? V5നെ ഒരു പെൻഡന്റ് വെർട്ടെക്സ് ആയിട്ട് വിളിക്കാം. ഇനി സപ്പോസ് ഇതിൻ്റെ ഡയറക്ഷൻ ഈ രീതിയിലാണെങ്കിൽ, തിരിച്ചിട്ടാണെങ്കിൽ, റിവേഴ്സ് ആണെങ്കിൽ അവിടെ എന്ത് വരും? D മൈനസ് ഓഫ് V5 1 ഉം D പ്ലസ് ഓഫ് V5 0 ആണ്. അവിടെയും നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന എഡ്ജ്, D എന്ന് പറയുന്ന എഡ്ജ് എന്താവും? നമ്മുടെ പെൻഡന്റ് വെർട്ടെക്സ് ആവും. ഓക്കെ, അടുത്തത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈഗ്രാഫുകളെ പറ്റിയാണ്. അതിൽ ആദ്യത്തെ ഡൈഗ്രാഫാണ് സിമ്മട്രിക് ഡൈഗ്രാഫ്. നമ്മൾ ഓൾറെഡി സിമ്മട്രിക് എഡ്ജ് എന്താണെന്ന് പറഞ്ഞു. എന്താണ്? രണ്ട് എഡ്ജസിൽ ഒന്നിൻ്റെ ഇൻസിഡന്റ് വെർട്ടെക്സ്, മറ്റേതിൻ്റെ ടെർമിനൽ വെർട്ടെക്സ്, അതേപോലെ രണ്ടാമത്തേൻ്റെ ടെർമിനൽ വെർട്ടെക്സ്, ആദ്യത്തിൻ്റെ രണ്ടാമത്തേൻ്റെ ഇനീഷ്യൽ വെർട്ടെക്സ്, ആദ്യത്തേതിൻ്റെ ടെർമിനൽ വെർട്ടെക്സ്. ഇത് രണ്ട് ഈക്വൽ ആണെങ്കിലാണ് നമ്മൾ എന്ത് വിളിക്കാം? സിമ്മട്രിക് എഡ്ജ് എന്ന് വിളിക്കാം. അപ്പോൾ ഡെഫിനിഷൻ ശരിക്കും ശ്രദ്ധിക്കാം. ഒരു ഗ്രാഫ് എടുത്താൽ അതിലുള്ള എല്ലാ എഡ്ജസും ഈ പറഞ്ഞിരിക്കുന്ന സിമ്മട്രിക് എഡ്ജസ് ആയിട്ട് വരുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിമ്മട്രിക് ഡൈഗ്രാഫ് എന്ന് വിളിക്കുക. പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എ ഡൈഗ്രാഫ് ദാറ്റ് ഹാസ് എ സിമ്മട്രിക് പെയർ ഫോർ ഓൾ ഇറ്റ്സ് എഡ്ജസ്. എന്ന് വെച്ചാൽ അതിലുള്ള എഡ്ജസ് ഒക്കെ ഏത് രൂപത്തിൽ ഉണ്ടാവണം? സിമ്മട്രിക് പെയർ ആയിട്ട് അല്ലെങ്കിൽ സിമ്മട്രിക് എഡ്ജ് ആയിട്ട് ഉണ്ടാവണം. അവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. ഈ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഡൈഗ്രാഫ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അവിടെ എന്താണ്? അതൊരു സിമ്മട്രിക് ഡൈഗ്രാഫ് ആണെന്ന് ഞാൻ പറഞ്ഞു. സിമ്പിൾ സിമ്മട്രിക് എന്നുള്ള അവിടെ നിൽക്കട്ടെ, അതൊരു സിമ്മട്രിക് ഡൈഗ്രാഫാണ്. എന്തുകൊണ്ട് അത് സിമ്മട്രിക് ഡൈഗ്രാഫ് ആയി എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കുക. ഇവിടെ A എന്ന് പറയുന്ന ഒരു എഡ്ജ് എടുത്താൽ അതിന് സിമ്മട്രിക് പെയർ ആയിട്ട് എന്തുണ്ട്? C എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. B എന്ന് പറയുന്ന ഒരു പെയർ എടുത്താൽ അതിന് സിമ്മട്രിക് ആയിട്ട് എന്തുണ്ട്? D എന്ന് പറയുന്ന ഒരു പെയർ ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ എഡ്ജസും എങ്ങനെയായിട്ടാണുള്ളത്? സിമ്മട്രിക് പെയേഴ്സ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് ഈ ഗ്രാഫ് എന്താണ്? ഒരു സിമ്മട്രിക് ഗ്രാഫാണ്. ഓക്കെ, ഇനി സപ്പോസ് നമ്മളിവിടെ ഈ ഒരു ഗ്രാഫിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിരിക്കുന്ന V2 V3 എന്ന് പറയുന്ന എഡ്ജ് ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു. ഈ ഗ്രാഫ് സിമ്മട്രിക് ആയിരിക്കും? അല്ല എന്ന് പറയണം. കാരണം എന്താ? ഇവിടെ എടുക്കുന്ന സമയത്ത് ഇത് രണ്ടും സിമ്മട്രിക് പെയേഴ്സ് ആണ്, ഇത് രണ്ടും സിമ്മട്രിക് പെയർ ആണ്. അവിടെയുള്ള എല്ലാ എഡ്ജസും എന്തായിരിക്കണം? സിമ്മട്രിക് പെയർ ആയിരിക്കണം. ഇവിടെ നോക്കുന്ന സമയത്ത് ഇതെന്തല്ല, ഇവിടുന്ന് V2 V3 മാത്രമേ എന്തുള്ളൂ? ഒരു എഡ്ജ് ഉള്ളൂ. അവിടെ തിരിച്ചിട്ട് എന്തില്ല? V3 V2 ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന V2 V3 എഡ്ജ് എന്തല്ല?
ഒരു സിമ്മട്രിക് എഡ്ജ് അല്ല, ജസ്റ്റ് ഒരു എഡ്ജ് മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു എഡ്ജ് എക്സിസ്റ്റ് ചെയ്താൽ ആ ഗ്രാഫ് എന്താവില്ല, സിമ്മട്രിക് ഡൈഗ്രാഫ് ആവില്ല. അപ്പൊ അവിടെ മനസ്സിലാക്കി വെക്കുക, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ വരച്ചാൽ ഗ്രാഫ് എന്തല്ല, സിമ്മട്രിക് അല്ല. അതിന്റെ കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ മൂന്നാമതായിട്ട് വരച്ച അല്ലെങ്കിൽ ലാസ്റ്റ് വരച്ച എഡ്ജിന് എന്തില്ല, സിമ്മട്രിക് പെയർ ഇല്ല. ഓക്കെ, അപ്പൊ അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. ഐസൊലേറ്റഡ് വെർട്ടിസസ് ഒക്കെ പോസിബിൾ ആണ്. ഇത്ര മാത്രമേ ആലോചിക്കണ്ടു, എഡ്ജ് ഉണ്ടോ അത് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് വിളിക്കാം, അതിനെ സിമ്മട്രിക് ഡൈഗ്രാഫ് എന്ന് വിളിക്കാം. ഇനി ഈ സിമ്മട്രിക് ഡൈഗ്രാഫിൽ രണ്ട് രീതിയിലുള്ള സിമ്മട്രിക് ഡൈഗ്രാഫ് ഉണ്ട്. ഒന്ന് സിമ്പിൾ സിമ്മട്രിക് ഡൈഗ്രാഫ്, അതേപോലെ തന്നെ അതിന്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ ആണ്. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ സിമ്പിൾ സിമ്മട്രിക് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ, അതുപോലെ നോൺ സിമ്പിൾ സിമ്മട്രിക് ഡൈഗ്രാഫ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ സിമ്മട്രിക് ഡൈഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ആദ്യത്തെ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലൂപ്പ് അവിടെ കാണുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ ഗ്രാഫിൽ എന്തില്ല, ലൂപ്പില്ല. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സിമ്മട്രിക് ഡൈഗ്രാഫിൽ ലൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നോൺ സിമ്പിൾ സിമ്മട്രിക് ഗ്രാഫ് ആയിരിക്കും. അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫിൽ എന്തില്ല, നമ്മുടെ പാരലൽ എഡ്ജോ ലൂപ്പോ ഇല്ലെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ സിമ്മട്രിക് ഡൈഗ്രാഫ് എന്ന് വിളിക്കും. ശ്രദ്ധിക്കണേ, പാരലൽ എഡ്ജ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താ, ഈ ഗ്രാഫ് നമ്മളെ ഫസ്റ്റ് വരച്ച ഗ്രാഫ് സിമ്പിൾ അല്ല. അതിന്റെ കാരണം രണ്ട് കാരണമുണ്ട്. അതിനൊരു ലൂപ്പും ഉണ്ട്, അതുപോലെ അതിനെന്തുണ്ട്, ഒരു പാരലൽ എഡ്ജും ഉണ്ട്. ഏതാണ് പാരലൽ എഡ്ജ്, ഈ പറഞ്ഞിരിക്കുന്ന എഫും എയും സെയിം ഡയറക്ഷനിൽ സെയിം എൻവേർഡിസസ് ഉള്ള രണ്ട് എഡ്ജസ് ആണ്. അത് പാരലൽ എഡ്ജ് ആണ്. ഈവൺ ഇഫ് ഈ ലൂപ്പ് ഇല്ലെങ്കിൽ പോലും ആ ഫസ്റ്റത്തെ ഗ്രാഫ് എന്തല്ല, സിമ്പിൾ അല്ല. കാരണം അതിനെന്തുണ്ട്, പാരലൽ എഡ്ജ് ഉണ്ട്. രണ്ടാമത്തെ നോക്കുക, രണ്ടാമത്തിൽ എന്താണ്, എല്ലാം ഏത് രൂപത്തിലുള്ള എഡ്ജസ് ആണ്, സിമ്മട്രിക് എഡ്ജസ് മാത്രമാണ്. അതുകൊണ്ട് അത് സിമ്പിൾ ആണ്. അപ്പൊ ലൂപ്പോ പാരലൽ എഡ്ജോ ഇല്ലാത്ത സിമ്മട്രിക് ഗ്രാഫുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിമ്പിൾ സിമ്മട്രിക് ഡൈഗ്രാഫ് എന്ന് വിളിക്കുക. സിമ്പിളായിട്ട് ലൂപ്പും പാരലൽ ഇല്ല എന്നുള്ളത്, സിമ്പിൾ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ച ഡെഫിനിഷനാണ്, അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, പാരലൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നോക്കാം, എ ഡൈഗ്രാഫ് ദാറ്റ് ഹാസ് എ സിമ്മട്രിക് pair for all its edges as well as free of self loop and parallel edges. ഒരു സിമ്പിൾ സിമ്മട്രിക് ഡൈഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു സിമ്മട്രിക് ഡൈഗ്രാഫ് ആയിരിക്കണം. പ്ലസ് ഈ പറഞ്ഞ സിമ്മട്രിക് ഡൈഗ്രാഫിൽ എന്തുണ്ടാവാൻ പാടില്ല, ലൂപ്പോ പാരലൽ എഡ്ജോ ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തൊരു ഡെഫിനിഷൻ ആണ് കംപ്ലീറ്റ് സിമ്മട്രിക് ഡൈഗ്രാഫ്. കംപ്ലീറ്റ് സിമ്മട്രിക് ഡൈഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇനി അങ്ങോട്ട് പറയുന്ന നമ്മുടെ ഡെഫിനിഷനിലൊക്കെ ആ വേർഡ് ശരിക്കും ശ്രദ്ധിക്കുക. സിമ്മട്രിക് ഡൈഗ്രാഫിൽ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കാം, കംപ്ലീറ്റ് സിമ്മട്രിക് ഗ്രാഫ് എന്ന് വിളിക്കുക. കംപ്ലീറ്റ് ഗ്രാഫ് നമുക്കറിയാം എന്താ, എല്ലാ വേർഡിസസും എന്താണ്, അഡ്ജസൻ്റ് ആണ്. ഇവിടെ സിമ്മട്രിക് ഡൈഗ്രാഫ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഉള്ള എഡ്ജസ് ഒക്കെ ഏത് രീതിയിലായിരിക്കണം, അവിടെ സിമ്മട്രിക് എഡ്ജസ് ആയിട്ടുള്ള എഡ്ജസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഗ്രാഫ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ, സിമ്മട്രിക് ഡൈഗ്രാഫ് എന്ന് വിളിക്കാൻ പറ്റൂ. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത ഡെഫിനിഷൻ ആണ് ഇത് കംപ്ലീറ്റ് സിമ്മട്രിക് ഡൈഗ്രാഫ്. ഓക്കെ, എ സിമ്പിൾ ഡൈഗ്രാഫ് ദാറ്റ് ഹാസ് എ സിമ്മട്രിക് പെയർ ഓഫ് എഡ്ജസ് ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വേർഡിസസ്. എന്താണ്, നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഗ്രാഫ് ആണ്, സച്ച് ദാറ്റ് എല്ലാ വേർഡിസസും എന്തായിരിക്കണം, അഡ്ജസൻ്റ് ആയിരിക്കണം. അൺഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ ഇവിടെ വരുമ്പം സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ സിമ്മട്രിക് ഡൈഗ്രാഫ് ആയിരിക്കണം. പ്ലസ് അതിലെല്ലാ വേർഡിസസിനിടയിലും എന്തുണ്ടാവണം, സിമ്മട്രിക് എഡ്ജസ് ഉണ്ടാവണം. സിമ്പിൾ ഡെഫിനിഷൻ. ഓക്കെ, എ സിമ്പിൾ ഡൈഗ്രാഫ് ദാറ്റ് ഹാസ് എ സിമ്മട്രിക് പെയർ ഓഫ് എഡ്ജസ് ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വേർഡിസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഒരു എക്സാമ്പിൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ആകെ 3 വേർഡിസസ് ആണ്. അപ്പോൾ 3 വേർഡിസസിനിടയിലും എന്താണ്, V1 V2 V3 ഈ 3 വേർട്ടിസസിനിടയിൽ എന്തുണ്ട്, സിമ്മട്രിക് പെയേഴ്സ് തന്നെയുണ്ട്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ അതെന്താവില്ല, കംപ്ലീറ്റ് ആവില്ല. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് ഞാൻ വരക്കുന്നു, നമ്മൾ ഈ രീതിയിൽ നമ്മൾ വരച്ചു. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഗ്രാഫ് സിമ്മട്രിക് ആവോ? ഇല്ല. കാരണം എന്താ, ഈ പറഞ്ഞിരിക്കുന്ന എഡ്ജസ് എല്ലാം എന്തല്ല, സിമ്മട്രിക് പെയേഴ്സ് അല്ല. ഇവിടെ ഉള്ള എഡ്ജസ് എന്താണ്, പാരലൽ എഡ്ജാണ്. അവിടെ ആ 2 എഡ്ജസിനിടയിൽ അതിന് നമുക്ക് എന്തായിട്ട് വിളിക്കാൻ പറ്റില്ല, ഈ പറഞ്ഞിരിക്കുന്ന സിമ്മട്രിക് പെയർ ആയിട്ട് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഗ്രാഫ് എന്തല്ല, നമ്മുടെ
സിമ്മട്രിക് ഗ്രാഫ് അല്ല. അപ്പം എപ്പോഴും ഡയറക്ഷൻ കൂടി ശ്രദ്ധിക്കുക. സിമ്മട്രിക് പെയർ ആയിരിക്കണം എല്ലാ വേർട്ടിസസിനിടയിലും വേണ്ടത്. എന്നാൽ മാത്രമേ ആ ഗ്രാഫിൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? കംപ്ലീറ്റ് സിമ്മട്രിക് ഡൈഗ്രാഫ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും? n × n-1/2 എഡ്ജസ് ആണെന്ന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അൺഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അതേ ഡെഫിനിഷൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏത് രീതിയിലാണ് അതിന് മാറ്റം വരിക? സ്വാഭാവികമായിട്ടും n × n-1/2 എന്നുള്ളത് എന്തായിട്ട് മാറും? കംപ്ലീറ്റ് ഗ്രാഫിന്റെ കേസിൽ നമ്മൾ എല്ലാ വേർട്ടിസസും എങ്ങനെ വരുന്നുള്ളൂ? സാധാ അഡ്ജസൻസി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഓരോ വേർട്ടിസസിനിടയിലും എത്ര ഉണ്ടാവും? 2 എഡ്ജസ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന 2 × n-n-1/2 കംപ്ലീറ്റ് ഗ്രാഫ് ഇൻ അൺഡയറക്റ്റഡ് ഗ്രാഫിൽ എങ്ങനെയാണോ ഉള്ളത് അതിന്റെ ഇരട്ടി ആയിരിക്കും എന്തിലുണ്ടാവുക? നമ്മുടെ കംപ്ലീറ്റ് സിമ്മട്രിക് ഡൈഗ്രാഫിൽ വരിക. അപ്പൊ അവിടെ കേസ് വരുമ്പം 2 × n-n-1/2 ആണ്. ദാറ്റ് ഈസ് സിംപ്ലി എന്താണ്? ഒരു കംപ്ലീറ്റ് സിമ്മട്രിക് ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ടാവും? n × n-1 എഡ്ജസ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ഡെഫിനിഷനിലേക്ക് പോവാം. അസിമെട്രിക് ഗ്രാഫ്. അസിമെട്രിക് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിമെട്രിക് അല്ലാത്ത ഗ്രാഫ് എന്നുള്ള മീനിങ് ഇല്ല. ദാറ്റ് എന്താണ്? എല്ലാ എഡ്ജസിനിടയിൽ, അതായത് എടുക്കുന്ന എഡ്ജസിനിടയിൽ എന്തല്ല? സിമെട്രിക് പെയർ അല്ലാത്ത എഡ്ജസ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്താണ്? അസിമെട്രിക് ആണ്. ഇത്ര മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അസിമെട്രിക് ഡൈഗ്രാഫിന്റെ ഡെഫിനിഷൻ നോക്കുക. എ ഡൈഗ്രാഫ് ദാറ്റ് ഡു നോട്ട് ഹാവ് എ സിമെട്രിക് പെയർ ഓഫ് എനി ഓഫ് ഇറ്റ്സ് എഡ്ജസ്. ദാറ്റ് മീൻസ് ഒരു ഗ്രാഫ് എടുക്കുന്നു, അതിൽ ഒരു വെർട്ടിസസിന്റെ ഇടയിലും എന്തില്ല? ഈ പറഞ്ഞിരിക്കുന്ന സിമെട്രിക് പെയർ ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള ഗ്രാഫിനെ നമ്മൾ എന്ത് വിളിക്കുക? അസിമെട്രിക് ഗ്രാഫ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ അവിടെ ഒരു എഡ്ജസും എന്തായിട്ടല്ല? സിമെട്രിക് എഡ്ജസ് ഇല്ല, സിമെട്രിക് എഡ്ജസ് അല്ല. അങ്ങനെയുള്ള ഗ്രാഫുകൾ നമുക്ക് എന്ത് വിളിക്കാം? അസിമെട്രിക് ഗ്രാഫ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതൊരു അസിമെട്രിക് ഗ്രാഫാണ്. കാരണം ഇവിടെ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സിയും എയും എന്തല്ല? സിമെട്രിക് പെയർ അല്ല. കാരണം അതൊരു പാരലൽ എഡ്ജാണ്. രണ്ടിനിടയിൽ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ആ എഡ്ജസ് പോകുന്നത്. ഇനി നേരെ മറിച്ച് സപ്പോസ് ഇത് തിരിച്ചു വന്നാൽ ഈ ഗ്രാഫ് എന്തല്ല? നമ്മുടെ അസിമെട്രിക് ഗ്രാഫ് അല്ല. അസിമെട്രിക് ഗ്രാഫും അല്ല, സിമെട്രിക്കും അല്ല. കാരണം ഇവിടെ ഒരു എഡ്ജും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആ രീതിയിൽ പേരിടാൻ പറ്റില്ല. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. സിമെട്രിക് അല്ലാത്ത ഗ്രാഫൊക്കെ അസിമെട്രി ആണെന്ന് വിചാരിക്കരുത്. കാരണം ചിലപ്പോൾ സിമെട്രിക്കോ അസിമെട്രിക്കോ അല്ലാത്ത ഗ്രാഫുകളും എക്സിസ്റ്റ് ചെയ്യാം. ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ സിമെട്രിക് ഗ്രാഫിൽ പഠിച്ച ഒരു കാര്യമാണെന്ത്? സിമെട്രിക് ഗ്രാഫ്. അസിമെട്രിക് ഗ്രാഫ് പഠിച്ച പാടെ നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ അസിമെട്രിക് ഗ്രാഫ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ വരുമ്പം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന അസിമെട്രിക് ഗ്രാഫ് അത് സിമ്പിൾ ആണെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? സിമ്പിൾ അസിമെട്രിക് ഗ്രാഫ് എന്ന് വിളിക്കും. ഓക്കെ, എ ഡൈഗ്രാഫ് ദാറ്റ് ഡു നോട്ട് ഹാവ് എ സിമെട്രിക് പെയർ ഓഫ് എനി ഓഫ് ഇറ്റ്സ് എഡ്ജസ്. ഇത്രയും പറയുന്നതിന് പകരം സിമ്പിളായിട്ട് എന്ത് പറയാം? എ അസിമെട്രിക് ഡൈഗ്രാഫ് ഫ്രീ ഫ്രം എന്താണ്? ലൂപ്പ് ആൻഡ് പാരലൽ എഡ്ജസ് എന്ന് സിമ്പിളായിട്ട് പറയണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അസിമെട്രിക് ഡൈഗ്രാഫിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ഡു നോട്ട് ഹാവ് എ പെയർ ഓഫ് എനി ഓഫ് ഇറ്റ്സ് എഡ്ജസ് ആസ് വെൽ ആസ് ഫ്രീ ഓഫ് ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസ്. ആ രീതിയിൽ വേണമെങ്കിലും പറയാം. ഓക്കെ, രണ്ട് ഡെഫിനിഷനും ഓക്കെയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ എന്തില്ല? ഒരു സിമെട്രിക് പെയറും ഇല്ല. ഈ ഗ്രാഫ് എന്താണ്? ഒരു അസിമെട്രിക് ഗ്രാഫാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഡെഫിനിഷനിലേക്ക് പോവാം. കംപ്ലീറ്റ് അസിമെട്രിക് ഡൈഗ്രാഫ്. നമ്മൾ സിമെട്രിക് പഠിച്ച പോലെ തന്നെ എന്തായിരിക്കണം? എ സിമ്പിൾ ഡൈഗ്രാഫ് ദാറ്റ് ഹാസ് എൻ എഡ്ജ് ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വേർട്ടിസസ് ആൻഡ് നൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ് ഹാസ് എ സിമെട്രിക് പെയർ. എന്താണ്? എല്ലാ ഒരു സിമ്പിൾ ഡൈഗ്രാഫ് എടുക്കുന്നു, അതിലുള്ള എല്ലാ വേർട്ടിസസും നമ്മൾ എന്ത് എടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ എന്തുണ്ടാവും? എഡ്ജസ് ഉണ്ടാവും. പക്ഷെ ആ എഡ്ജസ് എന്താവാൻ പാടില്ല? സിമെട്രിക് പെയർസ് ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ സിമ്പിൾ ഗ്രാഫാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരലൽ എഡ്ജോ ലൂപ്പോ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന ഒരു എഡ്ജ് പോലും എന്താവാൻ പാടില്ല? സിമെട്രിക് എഡ്ജ് ആവാത്ത ഗ്രാഫുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ് അല്ലെങ്കിൽ അസിമെട്രിക് ഡൈഗ്രാഫ് എന്ന് വിളിക്കുക. Simple digraph that has an edge between every pair of its vertices and none of its edges has a symmetric pair. എന്ന് വെച്ചാൽ എല്ലാ വേർട്ടിസസിനിടയിൽ എന്തുണ്ടാവണം? ഒരു എഡ്ജസ് ഉണ്ടാവണം. ഒറ്റ എഡ്ജ് ഉണ്ടാവാൻ പാടുള്ളൂ. മാത്രമല്ല ആ പറഞ്ഞിരിക്കുന്ന എഡ്ജിന് എന്തുണ്ടാവാൻ പാടില്ല? സിമെട്രിക് പെയർ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിലുള്ള ഗ്രാഫുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ് എന്ന് വിളിക്കുക. ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ കംപ്ലീറ്റ് എന്താണ്, അതുപോലെ അസിമെട്രി എന്താണ്, രണ്ടും കൂടി ക്ലബ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സാധാ അസിമെട്രി പറയുമ്പോൾ നമുക്ക് എന്ത് നിർബന്ധമില്ല? എല്ലാ വേർട്ടിസസിനിടയിലും എന്തുണ്ടാവണം നിർബന്ധമില്ല? എഡ്ജസ് വേണമെന്നൊരു നിർബന്ധമില്ല. ഇപ്പം നമ്മൾ തൊട്ട് മുന്നേയുള്ള എക്സാമ്പിളിൽ V2ക്കും V3നും ഇടയിൽ എന്തില്ല?
എഡ്ജ് ഇല്ല, പക്ഷെ അതൊരു അസിമെട്രിക് ഗ്രാഫാണ്. പക്ഷെ അതിനിടയിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ഒരു എഡ്ജ് വരയ്ക്കുന്നു. മാത്രമല്ല അതിൽ എന്തുണ്ടാവാനും പാടില്ല, ലൂപ്പോ പാരലൽ എഡ്ജോ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഗ്രാഫ് എന്താവുള്ളൂ, നമ്മുടെ കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ അതിന് എത്ര എഡ്ജസ് ഉണ്ടാവും ടോട്ടൽ n ഇൻറ്റു n-1/2 എഡ്ജസ് ആണ്. നമ്മുടെ സാധാ കംപ്ലീറ്റ് ഗ്രാഫ് പോലെ തന്നെയാണ് വരിക. ഇവിടെ ഒരു ഡയറക്ഷൻ ഏതെങ്കിലും ഒരു രീതിയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാധാ കംപ്ലീറ്റ് ഗ്രാഫ് തന്നെ, പക്ഷെ അതിലെ എല്ലാ എഡ്ജസിനും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ടാവും, അത്ര മാത്രം മനസ്സിലായി. ഇതിന് വേറൊരു പേരാണ് കംപ്ലീറ്റ് ടൂർണമെന്റ് എന്ന് വിളിക്കും. ഓക്കെ, കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫിന്റെ വേറൊരു പേരാണെന്ത്, കംപ്ലീറ്റ് ടൂർണമെന്റ്. അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി വെക്കാം.